നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. വാട്ട് എ ഫൈറ്റ് ബാക്ക്. അഹമ്മദാബാദിലെ മൊട്ടേറയിലെ സ്റ്റേഡിയത്തിൽ ചരിത്രമാണ് പിറന്നിരിക്കുന്നത്. ചരിത്രം കുറിച്ച 8ാം വിക്കറ്റ് കൂട്ടുകെട്ടിലൂടെയാണ് വെസ്റ്റ് ഇൻഡീസ് തിരിച്ചടിച്ചത്. അങ്ങനെ 8 വിക്കറ്റിന് 176 എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് അവരെത്തിയത്. ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്ക ബൗൾ ചെയ്യാൻ തീരുമാനിച്ച് വെസ്റ്റ് ഇൻഡീസിനെ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ച. 83-ന് 7. അവിടെ നിന്നാണ് 176-ന് 8 എന്ന രൂപത്തിൽ അവരുടെ ഇന്നിങ്സ് അവസാനിപ്പിക്കുന്നത്. അതിൽ എന്തൊരു കൂട്ടുകെട്ടാണ് ആ 8ാം വിക്കറ്റ് കൂട്ടുകെട്ട്. ഹോൾഡറും റൊമാരിയോ ഷെഫേർഡും ചേർന്നുള്ള കൂട്ടുകെട്ട്. 89 റൺസാണ് അവർ കുറിച്ചത്. ഇത് പുത്തൻ ചരിത്രമാണ്. T20I ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന 8ാം വിക്കറ്റ് പാർട്ട്ണർഷിപ്പാണിത്. നേരത്തെ ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത് സ്കോട്ട്ലൻഡ് താരം മോംസനും ഷെരീഫും ചേർന്ന് നെതർലൻഡ്സിനെതിരെ 2015 കുറിച്ച 80 റൺസിൻ്റെ കൂട്ടുകെട്ടായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ്. ആ റെക്കോർഡാണ് ഇപ്പോൾ ഹോൾഡറും ഷെഫേർഡും ചേർന്ന് തിരുത്തി കുറിച്ചിരിക്കുന്നത്. 89 റൺസാണ് ആ കൂട്ടുകെട്ടിൽ അവർ ചേർത്തത്. അതിൻ്റെ ഫലമായിട്ടാണ് 176 എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് അവർ കടന്നു പോയത്. അവസാനം ജെയ്സൺ ഹോൾഡർ അർദ്ധ സെഞ്ചുറിക്ക് തൊട്ടരികിൽ റണ്ണൌട്ടായി. 31 പന്തുകൾ 4 4ഉം 3 6ഉം അടക്കം അദ്ദേഹം 49 റൺസ് അടിച്ചു. അതേസമയം ഷെഫേർഡ് ആവട്ടെ 37 പന്തുകൾ 3 4ഉം 4 6ഉം അടക്കം 52 റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുകയും ചെയ്തു. വെസ്റ്റ് ഇൻഡീസിൻ്റെ ഓപ്പണർ കിങ് 21 റൺസും ഷായ് ഹോപ്പ് 16 റൺസും അടിച്ചപ്പോൾ അപകടകാരിയായ ഹെറ്റ്മെയർ 2 റൺസിന് മടങ്ങി. പവൽ 9 റൺസ്, ചെയ്സ് 2 റൺസ്, റുദർഫോർഡ് 12 റൺസ്. അങ്ങനെ തകർന്നിടത്തു നിന്നാണ് ഈ മിറാക്കിളസ് പ്രകടനത്തിലൂടെ ഷെഫേർഡും ഹോൾഡറും ചേർന്ന് ടീമിനെ രക്ഷപ്പെടുത്തി എടുത്തത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ലുങ്കി എങ്കീഡ് ഒരിക്കൽ കൂടി മികച്ച ബോളിംഗ് നടത്തി. 4 ഓവറിൽ 30 റൺസ് 3 വിക്കറ്റ് എടുത്തപ്പോൾ കോർവിൻ ബോഷ് 4 ഓവറിൽ 31 റൺസ് 2 വിക്കറ്റ് എടുത്തു. റബാദ 4 ഓവർ 22 റൺസിന് 2 വിക്കറ്റും വീഴ്ത്തി. ഏതായാലും ഇനി മറുപടി ബാറ്റിംഗ്. സൗത്ത് ആഫ്രിക്ക ഇത് മറികടക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.